സിമ്പിളായ ടിപ്പ് അറിഞ്ഞാൽ നിങ്ങളുടെ ഗാർഡനിലും റോസാപ്പൂ ഇതുപോലെ തിങ്ങി നിറയൂട്ട. റോസാപ്പൂക്കൾ ഇതുപോലെ അടിപൊളിയായിട്ടുണ്ടായാൽ അത് ആസ്വദിക്കുവാനും കാണുവാനും ഒക്കെ ഭംഗിയുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കിയാൽ എടുത്തിട്ടുള്ളത് പച്ചവാഴക്കയുടെ തൊലിയാണ്. ഇത് എന്ന് വെച്ചാൽ ധാരാളം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, റോസിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. വളങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് മുന്നേ നമുക്ക് റോസിനെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ റോസ് ഇതാണ്, ഒറിജിനൽ റോസ. നല്ല മണമാണ് കേട്ടോ ഈ റോസിന്. അപ്പോൾ ഈ റോസിന് നിറച്ചു പൂക്കളുണ്ട്. അപ്പോൾ ഇതിന് വാഴക്കയുടെ തൊലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഴുത്ത വാഴക്കയുടെ തൊലി ഇട്ട് കൊടുക്കും, അതുപോലെ പച്ചത്തൊലി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം, പച്ചത്തൊലി മാത്രമല്ല കേട്ടോ, പഴുത്ത വാഴപ്പഴത്തിൻ്റെ തൊലി ആയാലും അതിൽ ധാരാളം പൊട്ടാസ്യവും ഫോസ്ഫറസും കാൽസ്യവും മെഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടികളിൽ ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. പിന്നെ വേറെ കുറേ റോസകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഇതിൽ കാണിക്കണില്ല, ഈ ചെടിയാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ റോസ് കളക്ഷനിലെ വീഡിയോ ഉണ്ട്, അപ്പോൾ അതിൽ കാണിക്കാം. പിന്നെ ഇതാ ഈ പൂക്കളൊക്കെ വിരിഞ്ഞത് നമ്മൾ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കണം കേട്ടോ. അതിൻ്റെ അറ്റമൊക്കെ വെട്ടിക്കൊടുത്താലാണ് ഇനിയും നല്ല പൂക്കളൊക്കെ വരുള്ളൂ. നല്ല ചെനപ്പ് വന്നിട്ട് വീണ്ടും അതിൽ ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ നിറച്ചും വേറെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിടിപ്പിച്ചേക്കല്ല, ഇതിന് മുകളിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഇല നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളി കളറായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, വെയിൽ കൊണ്ടിട്ട് കരിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മഴയാണ്. മഴയത്ത് പൂക്കളൊക്കെ റോസിന് മഴ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, വെയിലും നല്ല വെയിൽ വേണം. പിന്നെ മഴ കൊണ്ടാലും അങ്ങനെ ചീയണ പ്രശ്നമൊന്നും നമ്മുടെ റോസിനില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ചെടിയാണ് റോസൊക്കെ. നമുക്ക് നന്നായിട്ട് ഏത് കാലാവസ്ഥയിലും നിറച്ചും ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് റോസ്. നമുക്ക് നമ്മുടെ ഗാർഡനിൽ നമുക്ക് എന്തായാലും ഒരു 2 തരം റോസെങ്കിലും നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യണം, ഏത് ഗാർഡനായാലും. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. നമുക്ക് വീട്ടിലധികം സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ റോസ ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് മണ്ണിൽ നട്ടിട്ട് നല്ല വലിയ മരമാക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. ശരിക്കും റോസ് ശരിക്കും കുറ്റി പോലെ ആക്കിയിട്ട് നിന്നിട്ട് നിറച്ചും പൂക്കളുണ്ടായിട്ട് കാണാനേ ഭംഗി. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ പൂക്കളും ഇങ്ങനെ കരിഞ്ഞ പൂക്കളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ, നല്ല ചെനപ്പ് വരാൻ വേണ്ടിയിട്ട്. മനോഹരമായ പൂക്കൾക്ക് പേര് കേട്ടതാണ് റോസല്ലേ. ഇതിൽ വിവിധ തരം നിറങ്ങളുണ്ട്, ചുവപ്പ്, പിങ്ക്, മഞ്ഞ, വെള്ള, ഓറഞ്ച്, പിന്നെ നല്ല മണവുമാണല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പൂക്കളാണ് ഉള്ളതെങ്കിൽ അത് പറയണേ. പല ഹോം ഗാർഡന്മാരും റോസ് ചെടിക്ക് വളമായിട്ട് വാഴപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കാറുണ്ട്. ഇത് ചെടികളുടെ പൂക്കൾ ഉൽപ്പാദനം, രോഗപ്രതിരോധ ശേഷി, തണ്ടിൻ്റെ ബലം എന്നിവയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പൂക്കൾ നന്നായി വിരിയാൻ ഇത് സഹായിക്കും. ഇനി ഇവിടെ ഞാൻ എങ്ങനെയാണ് ഈ വാഴക്കാത്തൊലി ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് എടുത്തിട്ടുള്ള വാഴക്കത്തൊലി എടുത്തിട്ടുണ്ട്. അതിതാ ഈ ചെടിയുടെ കടക്കൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കൊമ്പ് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇത് വേറെ റോസാണ് കേട്ടോ, നല്ല മജന്ത കളറിലുള്ള റോസാണ് ഇത്. ഇതിൻ്റെ കൊമ്പ് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ റോസിനെ നിങ്ങൾ. ഞാൻ ഒരുപാട് തവണ ഈ റോസിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴക്കത്തൊലി ഇട്ട് കൊടുത്ത് 2 ചട്ടിയിൽ അത് പിടിപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ 2 ചട്ടിയിലും വാഴക്കത്തൊലി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ വാഴക്കത്തൊലി ഇങ്ങനെ തെന്നക്ക്, പച്ചവാഴക്കയുടെ തൊലി ഇങ്ങനെ തെന്നക്ക് ഇട്ട് കൊടുക്കണായിട്ട് നല്ലത്. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിത്തുണ്ടും പിന്നെ വെളുത്തുള്ളിയുടെ തൊലി അതൊക്കെ കൂടിയിട്ടുള്ളത് ചേർത്തിട്ട് ഇട്ട് കൊടുക്കണേനെ. അപ്പോൾ അത് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മണ്ണിൽ നമ്മൾ പിന്നെ ഇടയ്ക്ക് പിന്നെ മുട്ടയുടെ തൊണ്ടിട്ട് കൊടുക്കണം കേട്ടോ. മുട്ടത്തോട് പൊടിച്ചതും നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം റോസിന്. അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുട്ടത്തൊണ്ട് ഉണക്കി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലതല്ല, തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. റോസിന് എന്തായാലും നിർബന്ധമുള്ള കാര്യമാണത് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലും ഇതുപോലെ വാഴക്കത്തൊലിയും ഉള്ളിത്തോടും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പച്ചത്തോലി നന്നായി ഉണക്കി പൊടിച്ചിട്ട് വളമായി ഉപയോഗിക്കും കേട്ടോ. പോഷകങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുള്ള ചട്ടിയിൽ പച്ചത്തോലി ഇട്ട് കൊടുക്കണില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി തൊലി ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുത്തതാണ്, അത് മുകളിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ പച്ച തൊലി ഇട്ട് കൊടുത്തപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിറച്ച് മണ്ണുള്ള ചട്ടിയാണെങ്കിൽ ഇതിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് വേണം പിന്നെ പച്ചത്തോലി ഇട്ട് കൊടുക്കാനിട്ടാം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് അലുത്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പച്ചത്തോലി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടുതലും നല്ല മണ്ണ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചട്ടിയിലും ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കീടങ്ങളെ ആകർഷിക്കുന്നത് ഒഴിവാക്കാനും തൊലി വേഗത്തിൽ അഴുകിച്ചേരാനും സഹായിക്കും. ഇനി വാഴക്കത്തോലി നമുക്ക് വെള്ളത്തിൽ 2-3 ദിവസം മുക്കി വെച്ചതിന് ശേഷം ആ വെള്ളം നേർപ്പിച്ചിട്ട് പിന്നെ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ. അതും വളരെ നല്ലതാണ് ചെടി വേഗത്തിൽ വലിച്ചെടുക്കാൻ. ഇനി പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ നല്ല അടിപൊളി റോസാപ്പൂക്കളും കണ്ടാലോ. അപ്പോൾ എൻ്റെ ഗാർഡനിലെ വെറൈറ്റി റോസാപ്പൂക്കളാണ്. ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പൂക്കൾ. അപ്പോൾ നേരത്തെ കണ്ട നാടനും നല്ല രീതിയിലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ദാണ്ട വെള്ള റോസാപ്പൂ നല്ല കുല കുത്തിയിട്ടാണ് ഇട്ട. അപ്പോൾ ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞിട്ട് രണ്ടാമതും വിരിയും. അപ്പം തന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കും, വീണ്ടും വിരിയും. അങ്ങനെയാണ്.